മനുഷ്യബന്ധങ്ങളുടെ പവിത്രതയും ധാർമ്മികതയും പാടെ തകർന്നടിയുന്ന കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ കഡലൂർ ജില്ല സാക്ഷ്യം വഹിച്ചത്. 64 വയസ്സുകാരനായ രാജേന്ദ്രൻ എന്ന വയോധികനെ നടുറോട്ടിൽ തീ കൊളുത്തിക്കൊന്ന വാർത്ത കേവലം ഒരു കൊലപാതക വാർത്ത എന്നതിലുപരി ആധുനിക സമൂഹത്തിലെ മൂല്യച്യുതിയുടെ ഭീകരമായ മുഖമാണ് തുറന്നു കാട്ടുന്നത്. സ്വന്തം മകന്റെ ഭാര്യയും അവളുടെ കാമുകനും ചേർന്ന് ആസൂത്രിതമായി നടപ്പിലാക്കിയ ഈ അരുംകൊല നമ്മുടെ കുടുംബങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രിമിനൽ വാസനകളെക്കുറിച്ചുള്ള വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത്. സ്നേഹവും ബഹുമാനവും നിലനിൽക്കേണ്ട കുടുംബ ബന്ധങ്ങളിൽ പകയും കാമവും പ്രതികാര ബുദ്ധിയും സ്ഥാനമുറപ്പിക്കുമ്പോൾ എത്രത്തോളം ക്രൂരമാകാം മനുഷ്യൻ എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. രാജേന്ദ്രൻ എന്ന 64-കാരൻ ഒരു സാധാരണ കുടുംബനാഥനായിരുന്നു. അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യയായിരുന്നു 28 വയസ്സുകാരിയായ ബി ജയപ്രിയ. എന്നാൽ വിവാഹ ജീവിതത്തിന് പുറമെ ജയപ്രിയയ്ക്ക് ഡി മണികണ്ഠൻ എന്നയാളുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധം ദീർഘകാലമായി തുടർന്നു പോന്ന ഒന്നായിരുന്നു. കുടുംബത്തിന്റെ അന്തസ്സും മകന്റെ ജീവിതവും തകരുമെന്ന് ഭയന്ന രാജേന്ദ്രൻ ഈ ബന്ധത്തെ ശക്തമായി എതിർത്തു. പലതവണ അദ്ദേഹം മരുമകളെ താക്കീത് ചെയ്യുകയും മണികണ്ഠനുമായുള്ള സമ്പർക്കം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ തന്റെ പ്രണയത്തിന് തടസ്സമായി നിൽക്കുന്ന ഭർത്തൃപിതാവിനോട് ജയപ്രിയയ്ക്ക് തോന്നിയത് അടങ്ങാത്ത പകയായിരുന്നു. കുടുംബത്തിൽ ഇതിനെ ചൊല്ലി നിരന്തരമായ വഴക്കുകളും നടന്നിരുന്നു. തന്റെ വഴിവിട്ട ബന്ധത്തിന് രാജേന്ദ്രൻ ഒരു വൻമതിലായി നിലനിൽക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ജയപ്രിയയും കാമുകനും ചേർന്ന് അദ്ദേഹത്തെ വകവരുത്താൻ തീരുമാനിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സിനിമകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള അതിക്രൂരമായ ആക്രമണം നടന്നത്. രാജേന്ദ്രൻ തന്റെ ബൈക്കിൽ പുറത്തേക്ക് പോകുമ്പോൾ മണികണ്ഠനും അയാളുടെ 3 കൂട്ടാളികളും ചേർന്ന് വഴിയിൽ തടഞ്ഞു നിർത്തി. മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം അവർ രാജേന്ദ്രനെ വളയുകയും തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ആരും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ മണികണ്ഠൻ തന്റെ കൈവശമുണ്ടായിരുന്ന പെട്രോൾ രാജേന്ദ്രന്റെ ദേഹത്തേക്ക് ഒഴിച്ചു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ അവർ അദ്ദേഹത്തെ തീ കൊളുത്തി. നടുറോട്ടിൽ ജനങ്ങൾ നോക്കി നിൽക്കെ ഒരു മനുഷ്യൻ കത്തി അമരുമ്പോഴും അക്രമികൾക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. കഴുത്തിലും പുറഭാഗത്തും അരയിലുമായി ശരീരത്തിന്റെ 70% പൊള്ളലേറ്റ രാജേന്ദ്രൻ വേദന കൊണ്ട് പുളയുകയായിരുന്നു. കൃത്യം നിർവഹിച്ച ശേഷം പ്രതികൾ സംഭവസ്ഥലത്ത് നിന്നും അതിവേഗം രക്ഷപ്പെട്ടു. ഗുരുതരമായി പൊള്ളലേറ്റ രാജേന്ദ്രനെ നാട്ടുകാരാണ് സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചത്. വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ശരീരത്തിന്റെ ഭൂരിഭാഗം വെന്തുപോയതിനാൽ അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമായിരുന്നു. ശനിയാഴ്ചയോടെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. മരണമൊഴിയിൽ തനിക്കെതിരെ നടന്ന ആക്രമണത്തെക്കുറിച്ചും മരുമകളുടെയും മണികണ്ഠന്റെയും പങ്കിനെക്കുറിച്ചും അദ്ദേഹം പോലീസിനോട് സൂചിപ്പിച്ചിരുന്നതായാണ് വിവരം. ആക്രമണം നടന്ന സമയത്ത് ദൃക്സാക്ഷികളിൽ ആരോ പകർത്തിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പ്രചരിച്ചു. ഒരു മനുഷ്യനെ ജീവനോടെ തീ കൊളുത്തുന്ന ദൃശ്യങ്ങൾ കണ്ട് തമിഴ്നാട്ടിലുടനീളം വലിയ ജനരോഷമാണ് ഉണ്ടായത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോകൾ നിർണായകമായ തെളിവുകളായി മാറി. SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രധാന പ്രതി മണികണ്ഠനെ ആദ്യം പിടികൂടി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലാണ് കൊലപാതകത്തിന് പിന്നിലെ സൂത്രധാരൻ മരുമകൾ ജയപ്രിയയാണെന്ന് വ്യക്തമായത്. ജയപ്രിയ, മണികണ്ഠൻ, അവരുടെ 2 കൂട്ടാളികൾ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകൾ പോലീസിന്റെ പക്കലുണ്ട്. ദൃക്സാക്ഷികളുടെ മൊഴിയും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോയും കേസിൽ നിർണായകമാകും. തമിഴ്നാട് സർക്കാർ ഈ കേസ് ഗൗരവത്തോടെയാണ് കാണുന്നതും. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് ജനങ്ങൾ ഉയർത്തുന്നത്. രാജേന്ദ്രന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നികത്താനാവാത്ത നഷ്ടമാണ്. തന്റെ അച്ഛനെ സ്വന്തം ഭാര്യയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയത് രാജേന്ദ്രന്റെ മകനെ സംബന്ധിച്ച് ഇരട്ടി പ്രഹരമാണ്. ഇത്രയും കാലം കൂടെ താമസിച്ച വ്യക്തിയിൽ നിന്നും ഇത്തരമൊരു ചതി അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല. കേരളത്തിലും തമിഴ്നാട്ടിലും അടുത്തിടെ വിവാഹേതര ബന്ധങ്ങളെ തുടർന്ന് കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇത്തരം കേസുകളിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ പ്രതികളാകുന്നു. മൊബൈൽ ഫോണുകളുടെയും സോഷ്യൽ മീഡിയയുടെയും അമിത ഉപയോഗം വഴി അവിഹിത ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതും അത് ചോദ്യം ചെയ്യുന്നവരെ വകവരുത്തുന്നതും ഒരു സോഷ്യൽ ട്രെൻഡായി മാറുന്നത് ഗൗരവകരമായി കാണണം. രാജേന്ദ്രന്റെ മരണം ഒരു ഓർമ്മപ്പെടുത്തലാണ്. സ്നേഹവും വിശ്വാസമില്ലാത്ത കുടുംബങ്ങൾ എത്രമാത്രം അപകടകാരികളാണെന്ന ഓർമ്മപ്പെടുത്തൽ. വഴിവിട്ട ബന്ധങ്ങളുടെ അനന്തരഫലം കേവലം തകർന്ന കുടുംബങ്ങൾ മാത്രമല്ല, കത്തിയമരുന്ന മനുഷ്യ ജീവനുകൾ കൂടിയാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. രാജേന്ദ്രനെ പോലെ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവർക്ക് ഇത്തരം ഒരു ഗതി വരുന്നത് ജനാധിപത്യ സമൂഹത്തിന് അപമാനമാണ്. കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ നൽകുന്നതിലൂടെയും സമൂഹത്തിൽ ധാർമ്മിക ബോധവൽക്കരണം നടത്തുന്നതിലൂടെയും മാത്രമേ ഇത്തരം കുറ്റകൃത്യങ്ങൾ അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ. ഈ സംഭവം ആ നടുറോട്ടിൽ കത്തി അമർന്നത് രാജേന്ദ്രൻ എന്ന വ്യക്തി മാത്രമല്ല, മനുഷ്യ മനസ്സിലെ കരുണയും സ്നേഹവും കൂടിയാണ്.